ഈ താമസിക്കുന്ന വീട്ടിൽ ഒരാൾ അനാവശ്യമായിട്ട് വീട്ടിൽ കയറി പോരുന്നു എന്നുള്ള ശ്രുതി കേട്ടപ്പം അത് തെളിവ് സഹിതം പിടിക്കാൻ ഞാൻ വീട്ടിൽ 2 കുഞ്ഞ് ക്യാമറ വെച്ചു. ഞങ്ങളുടെ തകർച്ച എത്ര നിങ്ങൾ കണ്ടാലും ഞങ്ങൾ തകരില്ല. ഞങ്ങൾ ഒരു തുറന്ന പുസ്തകമായിരിക്കും. മഹാത്മാഗാന്ധിയുടെ ജീവിതം പോലെ ഞങ്ങളുടെ ഇൻ ആൻഡ് ഔട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തന്ന നല്ല കുടുംബങ്ങളെ വളർത്തുന്ന നല്ല കുടുംബമായി ഞങ്ങൾ ഇപ്പോഴും ഉണ്ടാവും. ഉപദേശികളായ ദമ്പതിമാർ മാരിയോ, ജിജി, സകലരുടെയും കുടുംബത്തിലെ പ്രശ്നം തീർത്തു കൊടുക്കുന്ന 2 പേർ. അവരുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ആദ്യമേ പോലീസ് സ്റ്റേഷനിൽ പോയി, നടപടിയില്ല. അവസാനം വീട്ടിൽ കിടന്ന് വീണ്ടും കൂട്ടത്തല്ല്. സോഷ്യൽ മീഡിയയിൽ എത്തിച്ചു നമ്മുടെ ജിജി ചേച്ചി. ഞാൻ വിചാരിച്ചു മാരിയോ ചേട്ടനെങ്കിലും പുറകെ കയറത്തില്ലായിരിക്കും സോഷ്യൽ മീഡിയയിലേക്കെന്ന്. ഇപ്പൊ പുള്ളിയും കയറിയിട്ടുണ്ട്. പുള്ളി മാത്രമാണോ കയറിയത്? അല്ല, പുള്ളിയുടെ ഡ്രൈവർ വരെ കയറിയിട്ടുണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കഥകളുമായി. കൊള്ളാം. ഏതായാലും നല്ല ഉപദേശികൾ. നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാം. കാരണം ഈ ഒരു വിഷയം കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഇത് സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ന്യൂസ് ചാനലിലൊക്കെ വന്ന സമയത്ത് ആദ്യമായിട്ട് എടുത്ത് റിയാക്ട് ചെയ്തത് ഞാനാന്ന് തോന്നുന്നു. ഒരു 3-4 ദിവസം മുമ്പ് ഈ ഒരു വിഷയം വന്ന ഉടനെ തന്നെ ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചതായിരുന്നു. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ അങ്ങനെ ഒരു പരിധിയിൽ കൂടുതൽ ഇവരെ 2 പേരെയും വലിച്ചൊന്നും കയറിയില്ല. കാരണം കുടുംബ പ്രശ്നങ്ങൾ ആർക്ക് വേണമെങ്കിലും വരാടേ. അതായത് ഉപദേശികളായതുകൊണ്ട് അവരുടെ കുടുംബത്ത് പ്രശ്നം വരത്തില്ല എന്നൊന്നുമില്ല, വരും. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ ഉപദേശികളല്ലേ, നിങ്ങളുടെ കുടുംബത്ത് പ്രശ്നം വന്നില്ലേ, അയ്യേ എന്ന് പറഞ്ഞ് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ആരുടെ കുടുംബത്തും വരും. മനസ്സിലായില്ലേ? ചിലപ്പോൾ അത് സോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ്. ഇപ്പം എനിക്കൊരാളെ ഇരുന്ന് ഉപദേശിക്കാം, ഞാൻ ആ വ്യക്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, മനസ്സിലായോ? അവിടെ ഞാൻ എത്തുമ്പോൾ ചിലപ്പോൾ ഞാൻ മൊത്തത്തിൽ അടുപടല താഴത്തേക്ക് വീണു പോകും. അപ്പോൾ വേറൊരാൾ വന്ന് എന്നെ ഉപദേശിക്കേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ അവരെ ഞാൻ അങ്ങോട്ട് അങ്ങനെ വലിച്ചു കീറിയില്ല. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ കുറേ അധികം ഡീറ്റെയിൽസ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അറിഞ്ഞു. അത് ഇവരുടെ കുറേ വീഡിയോസും കുറേ ഇപ്പം ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തു നമ്മുടെ ഈ മാരിയോ അണ്ണൻ. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഇവരുടെ ഒരു ഡ്രൈവറൊക്കെ വന്നിട്ടിരുന്ന് കഥ പറയുന്നത് കേട്ടപ്പോൾ എന്ത് കാര്യത്തിന് അവൻ പറയുന്നത് കള്ളമാണെന്നൊക്കെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവൻ തുടങ്ങിയത് തന്നെ എനിക്കൊരു ചെറിയ ഇൻ്റർവ്യൂവിൽ അവൻ പറഞ്ഞു തുടങ്ങിയതിനകത്ത് തന്നെ എനിക്കൊരു ഡൗട്ടഡേ. ഞാൻ വിശദീകരിച്ച് തരാം എന്തുകൊണ്ടാണ് എനിക്ക് ആ സംശയം വന്നതെന്ന്. അതിന് മുമ്പായിട്ട് നമുക്ക് മാരിയോ ചേട്ടൻ്റെ ഇൻ്റർവ്യൂ, അതിൽ ഇദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു ലേഡി, അതാണ് ഇവരെ ഇപ്പോൾ പോർട്രേറ്റ് ചെയ്ത് വെക്കുന്നത്. നമ്മുടെ മാരിയോ ചേട്ടനാണെങ്കിലും പിന്നെ മാരിയോ ചേട്ടൻ്റെ ഡ്രൈവറായിട്ടുള്ള ഒരു പുള്ളി വരുന്നുണ്ട്, അജ്മൽ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ സാംസങ് എന്ന് അറിയപ്പെടുന്ന, അല്ലെങ്കിൽ സാംസങ് എന്നുള്ള പേര് ആദ്യം ഉണ്ടായി, പിന്നെ അത് മതം മാറി, അങ്ങനെ തന്നെ പറയാം, മതം മാറി അജ്മൽ, അല്ലെങ്കിൽ അജ്മൽ എന്ന, തിരിഞ്ഞുപോയി, അജ്മൽ എന്ന പേരിലുണ്ടായിരുന്ന ഒരു മുസ്ലിം സുഹൃത്ത്, അയാൾ പേര് മാറി സാംസങ് ആയി. ഇത്രേ ഉള്ളൂ. ആ വ്യക്തിയാണ് ഇപ്പം നമ്മുടെ ചേട്ടൻ്റെ കൂടെ നിൽക്കുന്നത്, മനസ്സിലായോ, ഡ്രൈവറായിട്ട്. അപ്പം ആ ഒരു മാറ്റം, അതിനെപ്പറ്റിയൊക്കെ പുള്ളി കുറച്ച് കഥ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഈ സാംസങ് എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ ഈ മാരിയോ ചേട്ടൻ്റെ അടുക്ക വന്ന് പുള്ളിയുടെ ഉപദേശങ്ങളൊക്കെ കേട്ട് മതം മാറി, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം മതം മാറാൻ പുള്ളിയെ സഹായിച്ച അല്ലെങ്കിൽ ഉപദേശിച്ച വ്യക്തിയോടൊരു കടുത്ത ആക്രാന്തം കയറിയിട്ട് നല്ല ഒരു ഫോട്ടോഗ്രാഫറോ വീഡിയോഗ്രാഫറോ നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് ഇയാളുടെ വീട്ടിൽ വന്നിട്ട് 10,000 രൂപയ്ക്ക് ജോലിക്ക് അങ്ങ് കയറി. അത് ആ പുള്ളിയോടല്ല, പുള്ളിയുടെ ഉപദേശം കേട്ടങ്ങ് വീണതാണെന്ന്. എനിക്ക് അതൊക്കെ കേൾക്കുമ്പോൾ എന്തോ ഒരു സംശയം. പോട്ടെ, പിന്നെ ആ വ്യക്തി പറയുന്നുണ്ട് ഇവർക്ക് എന്തൊക്കെയോ എന്തിനാ പുള്ളി പറയുന്നില്ല, പുള്ളിയെക്കാട്ടിലും നന്നായിട്ട് സ്വന്തം ഭർത്താവ് തന്നെ, നമ്മുടെ മാരിയോ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ചേച്ചിക്ക് എന്തോ ഒരു ചെറിയ അവീതം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ. പക്ഷേ ഷീ വാസ് ആൻ ആൽക്കഹോളിക്, അല്ലെങ്കിൽ ഷീ ഈസ് ആൻ ആൽക്കഹോളിക് എന്ന് പുള്ളി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ പേരിലാണ് ഈ സ്ത്രീ, ഇവർ തന്നെയാണ് ഈ കയ്യും ഒക്കെ കടിച്ച് മുറിക്കുന്നതെന്നൊക്കെ പറയുന്നു. പിന്നെ അവരുടെ തല പൊട്ടിയതിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് ആ വ്യക്തി പറയുന്നുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പുള്ളി പറയുന്നതന്നെ കാണിച്ചു തരാം. കുറച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് ഒരു തുടക്കത്തിൽ തന്നെ ഒരു ബേസിക് ഐഡിയ തരാനാണ് ഇത് പറയുന്നത്. അതായത് ഇവർ 2 ചാരിറ്റബിൾ, ആദ്യമേ ഒരു ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി. അതിനകത്ത് ഈ ചേച്ചി ഉണ്ടായിരുന്നു. ഈ ചേച്ചി, ഈ നമ്മുടെ മാരിയോ ചേട്ടൻ, പിന്നെ ഈ മാരിയോ ചേട്ടന് ഈ ഒരു ഐഡിയ, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഐഡിയ കൊടുത്തത് അവരുടെ ഡ്രൈവറായിട്ടുള്ള ഈ ഒരു നമ്മുടെ സാംസങ് മോനായിരുന്നു, അജ്മൽ എന്നറിയപ്പെടുന്ന സാംസങ് മോനായിരുന്നു. അപ്പം സാംസങ് മോനെ അതുകൊണ്ട് തന്നെ അതിനകത്തോട്ട് കൊണ്ടുവരണമെന്ന് നമ്മുടെ മാരിയോ ചേട്ടൻ ഉണ്ടായിരുന്നു. പക്ഷേ ചേച്ചി സമ്മതിച്ചില്ല. പിന്നെ ചേച്ചിയുടെ തന്നെ ഏതൊരു ഫ്രണ്ടിനെ കൊണ്ടുവന്നു. കൂടാതെ ഇവർക്ക് സ്ഥലം കൊടുത്തൊരു സഹായിച്ച ഒരു വ്യക്തിയുണ്ട്, ഒരു മാഷ്, പുള്ളിയെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അതിനും ചേച്ചി സമ്മതിച്ചില്ല. പക്ഷേ ചേട്ടൻ ചേച്ചിയുടെ കൂടെ തന്നെ നിന്നു. അങ്ങനെ ഫിലോകാലിയ ഫൗണ്ടേഷൻ അല്ല, ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി.
ചേച്ചി നല്ല രീതിയിൽ അതിനകത്ത് കൈയിട്ടങ്ങ് വാരി. അതിനെപ്പറ്റിയൊക്കെ പുള്ളി പറയുന്നുണ്ട്. ഏകദേശം അവിടെ ജോലിക്ക് വന്ന ഒരുത്തനെ ചേച്ചി അടിച്ച് ഫിറ്റായിട്ടെങ്ങാണ്ട് അടിച്ചു, ചേച്ചിയുടെ ഒരു ബന്ധുവിനെ. അതിന്റെ പേരിൽ 5 ലക്ഷം രൂപ ചോദിച്ചു, ചേട്ടൻ കൊടുത്തില്ല. ചേച്ചി നൈസായിട്ട് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് 5 ലക്ഷം രൂപ എടുത്തു. അത് ആദ്യമേ പൊക്കിയപ്പോഴത്തേക്ക് രണ്ടുപേരും തമ്മിൽ അടിയായിരുന്നു. അതിനുശേഷം ചേട്ടൻ പുതുതായിട്ട് വേറെ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ് തുടങ്ങി. അപ്പൊ അത് ചേച്ചിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിലുള്ള അടിയും വഴക്കും ഒക്കെയാണ് ഇപ്പം ഇത്രയും വരെ എത്തി നിൽക്കുന്നതെന്നാണ് പുള്ളി പറയുന്നത്. കൂടാതെ ചേച്ചിയുടെ ഉപദ്രവം കൂടിയപ്പോഴത്തേക്ക് ചേട്ടൻ വീട്ടിൽ നിന്ന് മാറി ഈ ട്രസ്റ്റിനോട് തന്നെ അടുത്തുള്ള ഇവരുടെ വേറൊരു വീട്ടിലേക്കോ കണ്ട് ഒരു ഓഫീസ് സ്പേസിലേക്ക് എന്തോ പുള്ളി മാറി താമസിക്കായിരുന്നു. അവിടെ കയറരുതെന്ന് ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോലീസ് കോടതിയിൽ നിന്ന് ഉത്തരവും ഉണ്ടായിരുന്നു. എന്നിട്ടാണ് ഈ ചേച്ചി അവിടെ കയറി വന്നത്. മൊച്ചയും ബഹളം ഉണ്ടാക്കി തലയൊക്കെ തന്നെ ഇടിച്ച് പൊളിച്ചേച്ച് ലാസ്റ്റ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും ചെയ്തു. കാട്ടിലോട്ടൊക്കെ കണ്ട് ഓടി കയറിയെന്നാണ് പറയുന്നത്. അപ്പം ആ സംഗതിയാണ് ഈ ചേച്ചി പുള്ളി അടിച്ച് തല പൊട്ടിച്ചു എന്നുള്ള രീതിയിലേക്ക് പുള്ളിക്കാരത്തി എത്തിച്ചതെന്നാണ് ചേട്ടൻ പറയുന്നത്, അല്ലെങ്കിൽ പറയപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണെങ്കിലും പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ നിങ്ങൾക്ക്. ഇനി ഇദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മുടെ സാംസങ് മോൻ പറയുന്ന കേൾപ്പിക്കാവേ. ഞാൻ കുറച്ച് ലെങ്ത് കൂടാനുള്ള സാധ്യത കാണും ഈ വീഡിയോയ്ക്ക്, പക്ഷേ നിങ്ങൾ മാക്സിമം മൊത്തം കാണാൻ ശ്രമിക്കുക. എന്നാലേ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. സംഗതി ഇത്രേ ഉള്ളൂ. 2 ഉപദേശികൾ അവർ കാശ്, ചേട്ടൻ പറയുന്നത് ചേച്ചിക്ക് കാശിനോടുള്ള ആക്രാന്തം, ചേച്ചിയുടെ വീട്ടുകാരുടെ ആക്രാന്തം, അതൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ്. അപ്പോൾ എന്താണെങ്കിലും ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങുന്നു, കൈയിട്ട് വാരൽ നടക്കുന്നു. പുള്ളി ഈ ഐഡിയ കൊടുത്ത ആളെയൊക്കെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവരെ കൂട്ടുപിടിച്ച് പുള്ളി രണ്ടാമത് വേറെണ്ണം തുടങ്ങി. അപ്പം ഇഷ്ടംപോലെ കാശ് വരുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ഈ സാധനം ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്ക് ചേച്ചിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. മനസ്സിലായോ? അതിൻ്റെ ഒരു ബേസിസിലുള്ളൊരു പ്രശ്നം. ബാക്കി കഥകൾ പുള്ളി പറയും, നമുക്ക് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങി ഞങ്ങൾ ഓഫീസിലിരിക്കുമ്പം ജിജി നേരെ വന്നിട്ട് സാംസങ്ങിനെ നന്നായി തല്ലി. എല്ലാ സ്റ്റാഫുകളും കണ്ടുകൊണ്ടിരിക്കുന്ന. ഇവളെന്താ തല്ലുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഇവൾ നന്നായി മദ്യപിക്കും. അപ്പോൾ ഈ മദ്യപിച്ച് കഴിയുമ്പം ബോധം കെട്ടിട്ട് പെട്ടെന്ന് വന്ന് തല്ലും. അതേ ദിവസം തന്നെ മാഷും ടീച്ചറും കൗൺസിലിംഗ് എടുക്കുന്നിടത്തുനിന്ന് റൂമിൽ കയറി ചെന്ന് കൗൺസിലിങ്ങിന് ഇരുന്ന ഒരു പയ്യനെ പിടിച്ച് പുറത്തിറക്കിയിട്ട് നന്നായി തെറി വിളിച്ചു. അത് ഓഫീസിലെ എല്ലാ സ്റ്റാഫും കേട്ടു, കൗൺസിലിങ്ങിന് വന്നവരും കേട്ടു. എനിക്ക് തന്നെ എന്തോ ഷെയിമായി പോയി, എല്ലാവർക്കും ഷെയിമായി. ഒന്നും മിണ്ടാൻ പറ്റില്ല, പ്രതികരിക്കാൻ പറ്റില്ല. കാരണം പിന്നെ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് മിണ്ടാണ്ടിരിക്കാൻ പറ്റും. അതുപോലെ നെയ്യാറ്റിൻകരയുടെ രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു പയ്യനുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അവനെയും ഓഫീസിലിട്ട് വഴക്ക് പറഞ്ഞ് അവൻ ആ സ്ട്രോക്കിൽ വിഷമത്തിൽ ഇറങ്ങിപ്പോയിട്ട് അവൻ്റെ അപ്പൻ്റെ അമ്മയുടെ കല്ലൊക്കെ അവൻ കുത്തിപ്പൊട്ടിച്ച വീഡിയോ കണ്ടില്ലേ? ഈ വിഷമത്തിലാണ് അവൻ പോയിട്ട് അതൊക്കെ ചെയ്തു കൂട്ടി. അത് അങ്ങനെ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഒരു പേടിയാണ് ജിജിനെ കാണുമ്പോൾ. ജിജിനെ നേരിൽ കാണുമ്പോൾ പേടിക്കും. അത് ഈ അടുത്ത കാലത്ത് കുറച്ച് കൂടി, പ്രത്യേകിച്ച് ഈ PKF ഫിലോകാലിയ ഫൗണ്ടേഷൻ തുടങ്ങിയതോടുകൂടി ഇച്ചിരി കൂടി. ഇത് ഇങ്ങനൊരു ക്യാരക്ടറാണെങ്കിൽ ബ്രദറിന് തന്നെ അത് കൗൺസിലിംഗ് കൊടുത്തോ, അല്ലെങ്കിൽ അതൊരു സ്വഭാവ വൈകല്യമായിരുന്നോ? എന്താ ബ്രദറിൻ്റെ? എൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു ജന്മഗുണം പോലെയൊക്കെ ഒരു പൈതൃകം പോലെയൊക്കെ തോന്നിപ്പോവുക. കാരണം ഞാൻ ഒരുപാട് ശ്രമിച്ചു, ധ്യാനങ്ങൾ ഒരുപാട് കൂടിച്ചു, ക്ലാസ്സുകൾ ഒരുപാട്. ആളുടെ ബേസിക് പ്രശ്നം എന്ന് പറഞ്ഞാൽ 1 മദ്യം, 2 ഇച്ചിരി ഫേമസ് ആവണം എന്നുള്ള ഭയങ്കര കൊതിയാണ്, ഫേമസ് ആവണം. 3 ഇച്ചിരി ആഡംബരം, അതായത് സമ്പത്ത് കുറച്ച് കൂടുതൽ വേണം, കുറച്ച് ലക്ഷറീസ് ആയിട്ട് ജീവിക്കണം. അങ്ങനെയുള്ള ഒരു ബേസിക് നേച്ചർ ആൾക്കുള്ളതാണ് ഇതിൻ്റെ കാരണം. ഇപ്പോഴും ഇതിലൊക്കെ ഒരു ചെറിയൊരു അഴവുണ്ടെങ്കിൽ ഞാൻ ഒന്നുമില്ല, ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർക്കും. എനിക്ക് ഒരു പരാതിയില്ല. ഇപ്പോഴും ഈ മാഷിനെ അജ്മൽ അവരും മനുഷ്യരല്ലേ, ഈ സാംസങ് മനുഷ്യനല്ലേ. ഇപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ വരുമ്പോൾ ഡ്രൈവറായി വന്നു എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ ആൻ്റണീനെ അങ്ങ് തള്ളിക്കളഞ്ഞു. നല്ലതാണെന്ന് കണ്ടപ്പോൾ കൂടെ കൊണ്ടുവരുന്നില്ലേ? അത് നല്ല മനുഷ്യൻ കൂടെ ഉള്ളപ്പോൾ അവനെ ഓടിക്കണം എന്ന്. മാത്രമല്ല ജിജിയുടെ ഒരു പ്രശ്നം, വേറെ ഒരു മനുഷ്യരായിട്ട് എന്നെ കൂട്ടുകൂടാൻ സമ്മതിക്കില്ല. എനിക്ക് ഫ്രണ്ടില്ല വേറെ. കാരണം ഞാൻ ആരോടെങ്കിലും ഒരു 10 മിനിറ്റ് മുന്നേ അപ്പം ഇവള് വെള്ളം ഉണ്ടാക്കും. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ജിജിയുടെ സ്വഭാവമല്ല, ഒറിജിനലി ആക്ച്വലി ജിജിനെ മാത്രം പറ്റും. അവളുടെ അപ്പൻ്റെ അമ്മയുടെയും പ്രശ്നമാണ്. മാരിയോ എന്ന എന്നെ മുൻനിർത്തി സമ്പത്ത് എങ്ങനെയെല്ലാം ശേഖരിക്കാം എന്നൊരു ചിന്ത മാത്രമേ ഇവരുടെ തലയിലുള്ളൂ. അതിൻ്റെ ഏറ്റവും ഉദാഹരണം ഇപ്പം നടന്ന ഇൻസിഡൻ്റാണ്. അത് കേൾക്കാം, അത് ഞാൻ കേൾപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. അതിനു മുമ്പ് ഇവിടെ താങ്ങനൊരു പോങ്ങലാണോ എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. തന്നെ മുൻനിർത്തി അവർ കളിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ സ്പോട്ടിൽ എല്ലാത്തിനെയും ചവിട്ടി ഇറക്കി വിടണം. അതാ ചെയ്യേണ്ടത്. ഭാര്യയുടെ അച്ഛനോ അമ്മയോ അവരാരോ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. തന്നെ ഉപയോഗിക്കുന്നു എന്ന് തനിക്ക് തോന്നുന്ന നിമിഷം അടിച്ചിറക്കിയേക്കണം, എന്ത് വലിയ ആൾക്കാരാണെങ്കിലും. മനസ്സിലായോ? പിന്നെ ആ പെങ്കൊച്ച് അവിടെ നിന്ന് ഇന്റർവ്യൂ ചെയ്ത പെങ്കൊച്ച് ചോദിച്ച ചോദ്യം എനിക്കത് തെറ്റായിട്ടൊന്നും ഒരിക്കലും തോന്നുന്നുമില്ല, പറയാനും പറ്റത്തില്ല. അതായത് തൻ്റെ കഴിവുകേടാ, തനിക്ക് നാട്ടുകാരെ മൊത്തം ഉപദേശിച്ച് മറ്റോ ഉണ്ടാക്കാം. സ്വന്തം ഭാര്യ ഇങ്ങനെ മദ്യത്തിനടിമ, കാശിൻ്റെ പേരുള്ള ആക്രാന്തം, ഇതൊക്കെ ഉണ്ടെന്ന് താൻ തന്നെ പറയുന്നു. ഇത്രയും കാലമായിട്ട് തനിക്ക് അത് തനിക്ക് ശരിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ താനൊരു തോൽവിയല്ലേ?
ചില ആളുകളെ ചിലപ്പം ഞാൻ വീണ്ടും പറയും, ചില ആളുകളെ ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അങ്ങനെയും കൂടെ ഞാൻ ചിന്തിക്കുക, രണ്ട് പെർസ്പെക്റ്റീവിലും ചിന്തിക്കുക. ചിലപ്പോൾ ചില ആളുകളെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, അവരങ്ങനെ ആയിരിക്കും. എത്രയൊക്കെ നമ്മൾ ശ്രമിച്ചാലും അവർ മാറത്തില്ല. അങ്ങനത്തെ ഒരു ആളാണെങ്കിൽ വിട്ടുകളയുക, പോവാൻ പറയുക, അതല്ലേ താൻ ചെയ്യേണ്ടത്. അതുകൊണ്ട് തനിക്കും തൻ്റെ മക്കൾക്കും ഗുണമല്ലേ ഉണ്ടാവത്തുള്ളൂ. അല്ലാതെ ഇങ്ങനൊരു ഐറ്റം കൂടെ ഉണ്ടെങ്കിൽ ഇതേ ഇപ്പം ഉള്ളതുപോലെ ചീഞ്ഞ് നാറത്തല്ലേ ഉള്ളൂ, തൻ്റെ പ്രൊഫഷനെ അത് ബാധിക്കത്തില്ലേ? അല്ല, ഇതൊക്കെ തനിക്ക് അറിയാൻ പാടില്ലാത്ത, അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു ഉപദേശി അല്ലേ താനപ്പോൾ? എനിക്ക് അത്രേ ഉള്ളൂ ചേട്ടനോട് ചോദിക്കാൻ. ചേട്ടൻ പറയുന്നതിനകത്തൊന്നും എനിക്ക് കള്ളത്തരോ അല്ലെങ്കിൽ താൻ കാണിച്ചത് താൻ പറയുന്നതെല്ലാം കള്ളത്തരമാണ് അതൊന്നും ചൂണ്ടിക്കാണിക്കാൻ നമ്മുടെ വേറെ തെളിവുകളില്ല. നിങ്ങളുടെ തെളിവുകളും ഉണ്ട്. ഈ വ്യക്തി പറയുന്നുണ്ട്, ഈ സ്ത്രീ ഇയാളോട്, ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ കണക്ക്, ഇയാൾ താമസിക്കുന്ന സ്ഥലത്തേക്കാണ് കയറി വന്നത്. അപ്പം ഈ സ്ത്രീ കയറി വന്നപ്പോൾ ഇവരുടെ കൂടെ വേറെയും കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇയാൾ പേടിച്ചകത്തോട്ട് ഇവർ കയറി വന്നപ്പോഴത്തേക്ക് ഇയാളെ പിടിച്ച് തള്ളി, ഇയാൾ അവിടെ നിന്ന് എണീറ്റ് ഓടുകയൊക്കെ ചെയ്തതാണ്. അപ്പം ആ സമയത്ത് ഈ സ്ത്രീ പുറത്ത് നിന്ന് തലയൊക്കെ ഇടിച്ച് പൊട്ടിക്കുന്നതൊക്കെ വീഡിയോ ഒക്കെ ഇയാളുടെ ഉണ്ട്, പിടികിട്ടിയില്ലേ? അങ്ങനെയാണ് ഇദ്ദേഹം പറയുന്നത്. സോ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇയാൾ പറയുന്ന കള്ളത്തരമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ സ്വന്തം ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ പറ്റിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഞാൻ പറയുന്നില്ല. ഡിപ്പെൻഡ്സ് ഓൺ പീപ്പിൾ, മനസ്സിലായില്ലേ? പക്ഷേ സ്വന്തം ഭാര്യ ഇങ്ങനൊരു അഡിക്റ്റായി മാറി, അവർക്ക് കാശിനോട് ഇത്ര ഭ്രാന്ത് പിടിച്ചു, നാട്ടുകാർ തരുന്ന കാശിൽ നിന്ന് കൈയിട്ട് വാരാനായിട്ടുള്ള, പ്രത്യേകിച്ച് ആദ്യത്തെ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിനകത്തു നിന്നുള്ള കാശെടുത്ത് അവിടെ നിന്ന് ഒരുത്തിന് കൊടുത്തു, ഇവരുടെ തന്നെ ബന്ധുവിന് 5 ലക്ഷം രൂപ, മനസ്സിലായില്ലേ? അവൻ്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചതിൻ്റെ പേരില്ല അവൻ കേസ് കൊടുത്തിട്ട് കാശ് ചോദിച്ചു. അപ്പം ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പുള്ളി പറഞ്ഞു. എന്നിട്ട് പോലും അതിനകത്തുനിന്ന് പുള്ളി അറിയാതെ എടുത്ത് മുക്കി, മനസ്സിലായി? ഇവരുടെ ഒരു പ്രശ്നം അതാ. ഇപ്പം പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് ചോദ്യങ്ങൾ വരും, അവിടെ പിടികിട്ടിയോ? അവർക്കത് വേണ്ട, അവർക്ക് ഇഷ്ടമുള്ള. ഇപ്പം രണ്ടാമത്തെ, ഇപ്പം ഇത് കുറച്ച് കാലം മുമ്പ് നടന്നൊരു കേസും കൂടെ ഈ പുള്ളി പറയുന്നുണ്ട്. അതായത് 1.5 കോടി രൂപ എങ്ങാണ്ട് എടുത്ത് അനിയന് സ്ഥലം മേടിച്ചു കൊടുക്കുന്ന പരിപാടിയൊക്കെ ഇവർ ചെയ്തു. ഇപ്പം ബാക്കിയുള്ളവർ പുറത്തുനിന്ന്, കുടുംബത്തിനല്ലാതെ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്ക് ചോദ്യങ്ങൾ വരും. അതായിരിക്കാം എനിക്കറിയത്തില്ല. നമുക്കിനി അവരുടെ സൈഡും കൂടെ കേൾക്കാനുണ്ട്. അവർ ഈ കരഞ്ഞുകൂവി തല പൊട്ടിയതിൻ്റെ വീഡിയോ ഇട്ട് കളിക്കുന്ന മാത്രമല്ലാതെ അവരെ ഒന്നും പറയുന്നില്ല. അവർക്കിനി നല്ലൊരു പ്രിപ്പറേഷനായിട്ടേ അവർ വരത്തുള്ളൂ, പിടികിട്ടിയോ? അല്ലാതെ അവരും ഇനി സോഷ്യൽ മീഡിയയിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചു കീറും. പിന്നെ അവർ ഉദ്ദേശിച്ച പോലെ നല്ല രീതിയിൽ അവർക്ക് ഫേമസ് ആവാൻ പറ്റും കേട്ടോ. ഇതുകൊണ്ട് നല്ല രീതിയിൽ ഫേമസ് ആവാം. പക്ഷെ ആ ഫേമസ് കൊണ്ട് എന്താ അവർ ഉണ്ടാക്കുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരും. ഇതെല്ലാം നല്ല വൃത്തിക്ക് തെളിഞ്ഞ് അവരുടെ കയ്യിരിപ്പ് ഇതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സിലായത്? ഇയാൾ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അവീതമൊക്കെ കുത്തിക്കയറി വരുന്നുണ്ട്. അവീതമൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് അത് തെമ്മാടിത്തരം, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് അതിൻ്റെ പേരിലാണോ ഇനി ഇയാളെ ഈ ചവിട്ടി കൂട്ടിയെന്നൊന്നും നമുക്ക് അറിയത്തില്ല, പിടികിട്ടിയോ? ഇനി അവരുമായിട്ട് പോകാൻ വേണ്ടിയിട്ടാണോ ഈ കാശ് കുറേയൊക്കെ ഇയാളെ തട്ടി മാറ്റിയിട്ട്? ഇന്നത്തെ കാലമായി, എന്തും സംഭവിക്കും. നമുക്ക് ബാക്കി കേൾക്കാം. കഴിഞ്ഞ ഈ വർഷത്തെ ഈസ്റ്ററിന് ഞാനും ജിജി ഒരു വഴക്കുണ്ടായി. എന്നെ കത്തി കൊണ്ട് കുത്തി, കയ്യിലൊക്കെ മുറിപ്പും പാടുമൊക്കെ ഇപ്പോഴും കിടപ്പുണ്ട്. കേസൊക്കെ ആവണ്ടായിരുന്നു, പിന്നെ കുടുംബമെല്ലാം സംഭവിത്തറുള്ളൂ. അവളുടെ അനുജൻ്റെ പേരിൽ, അനുജൻ്റെ ഭാര്യ ഓഫീസിൽ ജോലി ചെയ്യുന്നുണ്ട്, റിസപ്ഷനിസ്റ്റ് റിങ്കു. ഒരു 1.5 കോടി വില വരുന്ന ഒരു ബിൽഡിങ്. ഞാനത് പറയുന്ന എക്സാജറേഷൻ അല്ല. ഹൈവേയിൽ നിന്ന് വാക്കബിൾ ഡിസ്റ്റൻസ്, റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട് എല്ലാം അത് മുരിങ്ങൂരാണെന്ന്. വാക്കബിൾ ഡിസ്റ്റൻസ് ഹൈവേ നിന്ന് അത് വില വരും. പക്ഷേ ഒരു പക്ഷേ ഈ ലാൻഡൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പകുതി ബ്ലാക്കായിട്ട് പോകും, പകുതി വൈറ്റായിട്ട് പോകുന്നുണ്ട്. ഒറിജിനൽ വില ഇപ്പോൾ അവൾ മീഡിയയുടെ മുമ്പിൽ വന്ന് പറയുമ്പോൾ എത്രയാണെന്ന് എനിക്കറിഞ്ഞൂടാ. എന്തായാലും മേടിച്ചു. ഇതിൻ്റെ സാമ്പത്തിക സോഴ്സ് ഞാൻ അവളോട് ചോദിച്ചു. അപ്പോൾ അവൾ കുറേ ബഹളം വെച്ച്, അന്നാണ് കുത്തും മടിയും ബഹളമൊക്കെ ഉണ്ടായി. പോലീസ് സ്റ്റേഷനിലൊക്കെ ചെന്നു. ഞാനൊരു തീരുമാനം എടുത്തു, ഇനി ഇവളുടെ കൂടെ വീട്ടിൽ കിടക്കുന്നില്ല. കിടന്നാൽ ഏത് സമയത്ത് ഇനി അടിക്കുക കൊല്ലുക എന്നറിയില്ല, ദേഷ്യം വരുമ്പോൾ എന്തും ചെയ്യും. അപ്പം ഞാൻ ഒരു വക്കീൽ നോട്ടീസ് ജിജിക്ക് അയച്ചു. ഞാൻ വീട്ടിൽ കിടക്കുന്നില്ല, മാറി താമസിക്കുകയാണ്. താമസിക്കുന്ന ഫിലോകാലിയ ഒരു അക്കാഡമി ഉണ്ട്, അവിടെ ആയിരിക്കും. അവിടെ ജിജി വന്ന് ബഹളം ഉണ്ടാക്കരുതെന്നാണ് വക്കീൽ നോട്ടീസ്. ജിജി താമസിക്കുന്ന വീട്ടിൽ ഒരാൾ അനാവശ്യമായിട്ട് വീട്ടിൽ കയറി പോരുന്നു എന്നുള്ള ശ്രുതി കേട്ടപ്പം അത് തെളിവ് സഹിതം പിടിക്കാൻ ഞാൻ വീട്ടിൽ 2 കുഞ്ഞ് ക്യാമറ വെച്ചു. അതിൻ്റെ ഒരു ചെറിയ DVR ഉണ്ട്, നമ്മുടെ കൈയുടെ വലുപ്പമുള്ളൂ. കാര്യം കുഞ്ഞ് ക്യാമറ 2 വെച്ച് ഇവളത് തല്ലി പൊട്ടിച്ച് കളഞ്ഞു, വീട്ടിൽ നിന്ന് തല്ലി. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഈ ക്യാമറയും ഈ DVR കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ അടി നടന്ന സ്ഥലത്ത് വെച്ചിട്ട് അതിനെയാണോ അവളെന്നെ അല്ല, അതെന്തും ആയിക്കോട്ടെ. അവർ തലക്കെട്ട് അടിച്ചത് മറ്റേ ഇതുകൊണ്ടാണെന്നാണ് അവരെന്ന് പറഞ്ഞിരുന്നത്. അതെന്തും ആയിക്കോട്ടെ, ഇവർ എങ്ങനെ ഈ അക്കാഡമിയിലെത്തി? അതാണ് എൻ്റെ ചോദ്യം. പ്രത്യേകിച്ച് അവർക്ക് വക്കീൽ നോട്ടീസ് കൊടുത്താണ്, അവരോട് അങ്ങോട്ട് വരരുത് പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്തിനവിടെ ആൾക്കാരെയും കൊണ്ട് ഇവർ വന്ന് കയറി? എന്ത് കാര്യത്തിന്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? ചെല്ലരുത്, കോടതിയിലുള്ള പേപ്പറാണ്. ഇനി വേറെ എന്തെങ്കിലും കാര്യം അന്വേഷിക്കാനാണെങ്കിൽ പോലീസുകാരുമായിട്ട് വരാം.
മനസ്സിലായല്ലേ? നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്തിട്ട് അങ്ങോട്ട് കയറി വരാം. ഇത് അതൊന്നും അല്ലാതെ അങ്ങോട്ട് കയറി വരാനുള്ള ഒരു അധികാരം ഈ ചേച്ചിക്ക് എവിടുന്ന് കിട്ടി? എങ്ങനെ കിട്ടി? അത് കൂടാതെ ഇവരുടെ തലയിലെ പൊട്ടല്, അതിനെപ്പറ്റിയൊക്കെ ഈ വ്യക്തി സംസാരിക്കുന്നുണ്ട്. ഈ വ്യക്തി മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഇയാളൊരു സാംസങ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഇത് വലിയൊരു ഇന്റർവ്യൂ ആണ്. 2 പാർട്ടായിട്ട് 1 മണിക്കൂറുള്ള ഒരു ഇന്റർവ്യൂ ആണ്. മൊത്തത്തിൽ എനിക്കിവിടെ കാണിക്കാൻ പറ്റത്തില്ല. ഞാൻ അതുകൊണ്ടാണ് കുറച്ചൊക്കെ കാണിക്കാതെ തന്നെ നിങ്ങളോട് പറയുന്നത്. മനസ്സിലായില്ലേ? ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ലിറ്ററലി ഞാൻ ഈ സാംസങ് പറയുന്ന ഒരു കാര്യം അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഡൗട്ടായിട്ട് തോന്നിയത്. ഇവൻ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. മനസ്സിലായോ? എന്താണെങ്കിലും ഇത് ബാക്കി നിങ്ങൾ കേൾക്കൂ. കേസ് കൊടുക്കാൻ വേണ്ടി അത് വെച്ച് അടിച്ചെന്ന് പറഞ്ഞാണോ എന്ന് എനിക്ക് സംശയം. അങ്ങനെ ഞാനും ഹോസ്പിറ്റലിൽ പോയി. MLC ആക്കാനോ കേസാക്കാനോ അല്ല, ഞാനവിടെ ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ സ്വാഭാവികമായിട്ടും എൻ്റെ ഈ വെപ്രാളവും പ്രശ്നമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഡോക്ടറിനോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ ആയിരിക്കും ഇത്രയും BP എന്ന് പറഞ്ഞ് അത് അവിടെ ക്ലോസ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വന്നപ്പോഴും ജിജി കേസൊന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ജിജി ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി പോലീസിന്. എഴുതിയത് ഇന്ന സമയത്ത് ഇന്നതുപോലെ എന്നെ തല്ലി കൊല്ലാൻ നോക്കി, കടിച്ചു പറിച്ചു എന്നൊക്കെ എഴുതി. ഇത് കേസാക്കാതെ കോംപ്രമൈസ് ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം. ജിജി പോലീസിനോട് പറയും, കോംപ്രമൈസ് എന്താണെന്ന് ചോദിച്ചാൽ സാംസങ്ങിനെയും മാഷിനെയും പിരിച്ചുവിടുക, PKF എന്ന് പറയുന്ന NGO പിരിച്ചുവിടുക. ഇത്രയും ചെയ്താൽ പ്രശ്നങ്ങളെല്ലാം തീരും. അത് ചെയ്യുന്നില്ലെങ്കിൽ ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് ഞാൻ രാജിവെച്ചിട്ട് അത് മൊത്തം കൊടുക്കുക, അവർക്കും കുടുംബത്തിനും കൊടുക്കുക. ഇതാണ് സംഗതി. നിങ്ങൾ മനസ്സിലായോ? അവർ പോലീസിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് തന്നെ പെട്ടെന്ന് തന്നെ ഇവരെ പിടിച്ചാൽ അകത്തിടാന്നേ ഉള്ളൂ. ഇവരുടെ തനിക്കുടം ഏതാണെന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കാം. കാരണം അവരുടെ ആവശ്യം എന്താണ്? ഫിലോകാലിയ ചാരിറ്റബിൾ ട്രസ്റ്റ്, അത് കംപ്ലീറ്റ്ലി അവർക്ക് വേണം. അതിൻ്റെ പേരിൽ വരുന്ന ഫണ്ട് അതിലിവർക്ക് കൈയിട്ട് വരണം. മനസ്സിലായോ? ഫിലോകാലിയ ഫൗണ്ടേഷൻസ്, അവിടെ ഈ മാഷ് എന്ന് പറയുന്ന വ്യക്തിയും പിന്നെ ഈ സാംസങ് എന്ന് പറയുന്ന വ്യക്തിയൊക്കെ അതിനകത്തുണ്ട്. സോ അതുകൊണ്ട് തന്നെ അത് പിരിച്ചുവിടണം. അതൊന്നെങ്കിൽ പിരിച്ചുവിടുക, ഇല്ലെങ്കിൽ ഇവരെ അതിനകത്തുനിന്ന് മാറ്റുക, ഈ മാഷിനെയും മറ്റുള്ള ആ വ്യക്തിയൊക്കെ. കാരണം അവരുണ്ടെങ്കിൽ ചോദ്യങ്ങൾ വരുന്ന ജനങ്ങളുടെ പൈസയല്ലേ, പല ആളുകൾ അയച്ചു കൊടുക്കുന്നതായിരിക്കത്തില്ലേ ഒരു NGO പോലുള്ള ഒരു ഫൗണ്ടേഷൻ, ഒരു ട്രസ്റ്റിലേക്കൊക്കെ. അത് കൂടാതെ ഇദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇദ്ദേഹം വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെള്ളപ്പൊക്ക കൊറോണ സമയത്തൊക്കെ കൊറോണ സമയത്ത് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ഉരുൾപൊട്ടി വയനാട്ടിൽ അവിടെ വീടുകൾ വെച്ച് കൊടുക്കാനായിട്ടുള്ള. സോ ഇതൊക്കെ ജനങ്ങളുടെ പൈസയാണ് ചെല്ലുന്നത്. സോ അതിനകത്താണ് ഈ സ്ത്രീ കൈയിട്ട് വരുന്നത്. അതപ്പോൾ പുറത്തുനിന്നുള്ള ആൾക്കാരുള്ളപ്പോൾ അവർ ചോദ്യം ചെയ്യും. പിടികിട്ടിയോ? നമുക്കത് ഇവർ പറയുന്നതിനെ കംപ്ലീറ്റ് ആയിട്ട് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഇവരുടെ ഒരു പോർഷൻ കേട്ടപ്പോൾ ഇനി ആ സ്ത്രീക്ക് പറയാനുള്ള ഈ ഒരു വിഷയത്തിലേക്ക് അവരെന്താ പറയുമ്പോൾ നമുക്ക് കേൾക്കണം. പക്ഷെ അപ്പോഴും പോലീസുകാരോടൊക്കെ ഇവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉദ്ദേശം അത്ര നീറ്റ് ആയിരിക്കുമോ? അതാണ് എൻ്റെ സംശയം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എനിക്കെന്തോ ഒരു ചെറിയൊരു ഉഡായിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ കാര്യത്തിൽ. പിന്നെ പുള്ളി നേരത്തെ പറയുന്നത് കേട്ടല്ലോ, പുള്ളി വീട്ടിൽ 2 ക്യാമറ വരെ വെക്കേണ്ട അവസ്ഥ വന്നു. ആരൊക്കെയോ വന്ന് പോകുന്നു, വരച്ചു പോക്കിൻ്റെ കേസ് അവിടെ ഉണ്ട്, ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഒരു സംസാരമുണ്ട് എന്ന് പുള്ളിയാണ് പറയുന്നത്, നമ്മളല്ല. പിടികിട്ടിയോ? ബാക്കി കേക്ക്. ഏതെങ്കിലും പോയി ജീവിച്ചോളാം. ഇതായിരുന്നു അവളുടെ കണ്ടീഷൻ. ഞങ്ങളുടെ തകർച്ച എത്ര നിങ്ങൾ കണ്ടാലും ഞങ്ങൾ തകരില്ല. ഞങ്ങൾ ഒരു തുറന്ന പുസ്തകമായിരിക്കും. മഹാത്മാഗാന്ധിയുടെ ജീവിതം പോലെ ഞങ്ങളുടെ ഇൻ ആൻഡ് ഔട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൗൺസിലിംഗ് തന്ന് നല്ല കുടുംബങ്ങളെ വളർത്തുന്ന നല്ല കുടുംബമായി ഞങ്ങൾ ഇപ്പോഴും ഉണ്ടാവും. പക്ഷെ ഇനി ആരെങ്കിലും നിങ്ങളെ സമീപിക്കുമോ? ഇത്രയും പ്രശ്നങ്ങൾ സാധാരണ കുടുംബത്തിലില്ല. ഇത്രയും പ്രശ്നങ്ങൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ. എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ, ഇത്രയും പ്രശ്നങ്ങളുണ്ടായി പരിഹരിച്ചവർക്കല്ലേ ഒരു മാതൃകയാകാൻ പറ്റുക? ചേട്ടാ, ഇത്രയും പ്രശ്നങ്ങൾ ജീവിതത്തിലുള്ള നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നേക്കും. ഇത്രയും പ്രശ്നങ്ങളിലൂടെ പോയിട്ട് പിന്നെയും കുടുംബജീവിതം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ അടുത്തേക്ക് ചിലപ്പോൾ ആൾക്കാർ വന്നേക്കും. അല്ല, നിങ്ങളുടെ ഉദ്ദേശം അതാണോ? എൻ്റെ ഒരു സംശയം അതാ. നിങ്ങളുടെ ഉദ്ദേശം അതാണോ? ഈ വഴക്കൊക്കെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണോ? ഇങ്ങനെയൊക്കെ വഴക്കുണ്ടായാലും ഞങ്ങളെല്ലാം സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് കുടുംബജീവിതം കൊണ്ടുപോകും, കുഞ്ഞാട്ടുകളെ നിങ്ങൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വരൂ, എത്ര പ്രശ്നം താ ഞങ്ങളുടെ കുടുംബം കാണുന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും താ ഞങ്ങൾ കാണിച്ചു തന്നില്ലേ, എങ്ങനെ ഇതൊക്കെ സോൾവ് ചെയ്യാമെന്ന്, നിങ്ങൾ വന്നാൽ നിങ്ങളുടെയും പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് തരാം. ആ ഒരു സാധനം ഉദ്ദേശിച്ചിട്ടാണോ ഇപ്പോൾ ഈ പരിപാടി, ഈ ഒരു സോഷ്യൽ മീഡിയ കളിച്ചോണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു സംശയമാണ്. നമ്മൾ എല്ലാ സൈഡിലൂടെ ചിന്തിക്കണമല്ലോ. ഇന്നത്തെ കാലം മനുഷ്യൻ എന്ന് പറയുന്ന ഐറ്റം എന്തും ഇതിനകത്തുനിന്ന് പുറത്തേക്ക് വരും, എന്ത് ചിന്തയും. അതുകൊണ്ട് ചോദിച്ചതാ. ഈ കാണിക്കുന്നതൊക്കെ അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതാണോ? ഇനി അല്ല എങ്കിൽ ചേട്ടാ, ഉപദേശക, എടോ, നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നം എല്ലാ കുടുംബത്തിലും ഉണ്ട്. എല്ലാ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ
സോഷ്യൽ മീഡിയയിൽ വന്ന് നാട്ടുകാർ കീറി മുറിക്കേണ്ട, എന്നെപ്പോലുള്ളവർ പോലും സംസാരിക്കേണ്ട ആവശ്യമില്ല. പിടികിട്ടിയോ? ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചു. അവിടെ നിങ്ങൾ തോറ്റുപോയി ചേട്ടാ. ഇനി എന്തൊക്കെ കഥ പറഞ്ഞെന്ന് പറഞ്ഞാലും ആ ഒരു പോയിന്റിൽ നിങ്ങൾ തോറ്റുപോയി. ആർക്കും സംഭവിച്ചേക്കാം, ഇത് ആർക്കും സംഭവിച്ചേക്കാം, നാളെ എനിക്കും സംഭവിച്ചേക്കാം. മനസ്സിലായോ? കാരണം നമ്മൾ മനുഷ്യന്മാരൊന്നും അത്ര ഡീസൻ്റ് അല്ല, അത്ര വെടുപ്പല്ല. ആണോ? അല്ല. എല്ലാവർക്കും കൊച്ചു കള്ളത്തരങ്ങൾ ഉള്ളവരാണ് ഈ മനുഷ്യവർഗത്തിലുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ഉപദേശം നടത്തുന്നത് ചുമ്മാ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്യുമോ? മറ്റേ ഇവൻ വിളിക്കുന്ന സാംസങ് ഒരു കാര്യം പറയുന്നുണ്ട്, കേൾപ്പിച്ചു തരാം. അതിനകത്ത് അവൻ പറയുന്നുണ്ട് 1520 രൂപയോ എന്തോ ആണ് അയാൾ പോയപ്പം വർഷങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഈ ഒരു ഈ കഥ കേൾക്കാൻ ചെന്നപ്പോഴത്തേക്ക് 1520 രൂപ കണ്ടായിരുന്നു ഒരു സെഷൻ കണ്ട് മേടിച്ചോണ്ടിരുന്നത്. ഫ്രീ ആയിട്ടല്ലല്ലോ നിങ്ങൾ ചെയ്യുന്നത്, ഈ പൈസ മേടിച്ചിട്ടല്ലേ. ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? എത്ര കാലം ചെയ്യും? പറ്റത്തില്ല, കാശ് മേടിക്കും. ഈ ട്രസ്റ്റിലേക്ക് കാശ് ഒഴുകുന്നുണ്ടല്ലോ, വരുന്ന 1 രൂപ പോലും പുറത്തു പോകാതെ എല്ലാം ജനങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണോ? അല്ലല്ലോ. അതിനകത്തുനിന്ന് അവിടുത്തെ ആവശ്യങ്ങൾക്ക് എടുക്കുന്നുണ്ടല്ലോ. സോ പണത്തിന് പണം വേണ്ടേ? ഈ പണത്തിന് വേണ്ടിയിട്ടല്ല ഈ നാക്കിട്ട് നിങ്ങൾ അടിക്കുന്നത്, ഉപദേശിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് ഞാനും ഈ നാക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ കാര്യങ്ങളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ മണി ഈസ് എവറിത്തിങ്. ഓക്കെ, പിടികിട്ടിയോ? പിന്നെ നിങ്ങൾക്ക് ചേട്ടൻ ഈ പറയുന്നതൊക്കെ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഏതൊരു കോണിൽ ഇച്ചിരി നന്മയും കൂടെ ചെയ്യണമെന്നുള്ളൊരു സാധനം കാണും. ഐ റെസ്പെക്ട് ദാറ്റ്, ഇല്ല എന്ന് പറയുന്നില്ല. ചിലപ്പോൾ കാണും. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇതെല്ലാം ഒരു ബിസിനസ്. അറിയത്തില്ലേ മാർക്കറ്റിംഗ് ആണോ എന്ന്? ഇത് ഏത് തരത്തിൽ വേണമെങ്കിലും താഴത്തേക്ക് ഇറങ്ങി ഇവിടെ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ബാക്കി കുറച്ചും കൂടെ ഒന്ന് കേൾക്കാം. കോൺഫിഡൻസ് ആണ്. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, ഒരു പ്രശ്നത്തെ തരണം ചെയ്ത ആൾക്ക് അതേ പ്രശ്നം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. പക്ഷേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ സാധാ കുടുംബത്തിൽ ഉണ്ടാവുന്നില്ലല്ലോ. അത് പറയാൻ പറ്റില്ല. ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല, പക്ഷേ വഴക്കുകൾ ഏത് കുടുംബത്തിലും ഇല്ലാത്ത. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത, ജിജിയുടെ തലയിൽ മുറിഞ്ഞത് വലതുവശത്ത്, ചോര കാണുന്നത് ഇടതുവശത്ത്. ഇതെന്താ സംഭവം എന്ന് എനിക്കിപ്പോഴും അറിയില്ല. മാത്രമല്ല, ചോര ഈ ഉടുപ്പയിലേ കാണുന്നുള്ളൂ, എതിലെ ഒഴുകി വന്നു എന്താ ഒന്നും എനിക്ക് കാണുന്നില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ ഒരു മാനിപ്പുലേഷൻ നടക്കും. ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഫോൺ കയ്യിലുണ്ട്. പറയുന്നുണ്ട് 1.5 ലക്ഷം രൂപയുടെ ഫോൺ പൊട്ടിച്ചെന്നൊക്കെ പറയുന്നു, പക്ഷേ ഫോൺ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കൈ കടിച്ചു പറിച്ചെന്ന് പറയുന്നു. മാഷിൻ്റെ വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതിനകത്ത് കയ്യിലൊന്നും ഇടത്ത കൈ കടിച്ചു പറിച്ചെന്ന് പറഞ്ഞു, ഒരു പാടുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് എന്തോ, അതായത് ഞാൻ പറഞ്ഞല്ലോ, ഫാബ്രിക്കേറ്റഡ് ആയിട്ട് എന്നെ ഒന്ന് കുരുക്കി അവൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എന്നെ എത്തിക്കാം എന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ 20 വർഷവും അവളും കുടുംബവും എന്നെ അങ്ങനെ എത്തിച്ചുകൊണ്ടാണ് ഇരുന്നതും. ഐ എം സോറി ടു സേ. അവർ വരച്ച വരയിൽ കാരണം എനിക്ക് വേറെ അങ്ങോട്ട് പോകാൻ പറ്റില്ല. മുസ്ലിങ്ങളുടെ അടുത്ത് പോയാൽ കൊന്നുണ്ടായിരുന്നു. ക്രിസ്ത്യാനികളെല്ലാം കൂടെ മുസ്ലിമാണ്, തീവ്രവാദിയാണെന്ന് പറഞ്ഞു ലൈഫ് കുഴഞ്ഞുപോയി, പെട്ടുപോയി. ഞാൻ ക്രിസ്ത്യാനികളെല്ലാം മുസ്ലിമാണ്, തീവ്രവാദിയാണെന്ന് പറയുമെന്നോ? ചെറിയ ഡയലോഗൊന്നും അല്ല അണ്ണൻ ഈ അടിക്കുന്നത് കേട്ടോ. അതൊന്ന് ആലോചിച്ചോണം. ഉപദേശി പറയുമ്പോൾ വാക്കുകളൊന്ന് സൂക്ഷിക്കുക, മനസ്സിലായോ? അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു ഞാൻ. പിന്നെ താനെന്തിനാ ഈ സോറിയൊക്കെ പറയുന്നത്? തൻ്റെ കഴിവുകേട് അത്രേ എനിക്ക് പറയാനുള്ളൂ. താൻ ഇത്രയും കാര്യവും ഭാര്യയുടെ വീട്ടുകാരുടെ അടിമയായി കിടന്നിട്ട് താൻ നാട്ടുകാരെ ഉപദേശിക്കാൻ എന്തിനാ നടന്നത്? തനിക്ക് ഇപ്പോഴാണോ, ഈ അവസാന നിമിഷത്തിലാണോ മനസ്സിലായത്? ആണോ? അല്ല, അങ്ങനെയാണെങ്കിൽ താൻ ഭൂലോകം ഒരു പൊട്ടനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. നേരത്തെ തനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ താൻ നേരത്തെ ഇതിനകത്തൊന്നും തലയൂരിനായിരുന്നല്ലോ. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ജനങ്ങളോട് സോറി, ഐ എം സോറി. എന്തിന്? ഞങ്ങൾക്ക് തൻ്റെ സോറിയുടെ ആവശ്യമൊന്നുമില്ല. തൻ്റെ കുടുംബ പ്രശ്നം, മനസ്സിലായോ? പിന്നെ പ്രിയപ്പെട്ട ജനങ്ങളെ, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതുപോലുള്ള ഉപദേശക കുടുംബങ്ങളും ഉപദേശികളും ഒക്കെ നമ്മുടെ ഇടയിൽ കാണും. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പറ്റുന്നത്രയും, ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ പറ്റും പോലെ നമ്മളെ കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ അങ്ങ് സോൾവ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം. പറ്റുന്നില്ലേ, മൈൻഡ് ചെയ്യാതിരിക്കുക, ഓരോരോ വഴിക്കങ്ങ് പോവുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ കണ്ടവൻ്റെയൊക്കെ ഉപദേശം തേടിയിട്ട് അവൻ്റെയൊക്കെ ഇതേപോലത്തുള്ള അവസ്ഥകളാണ്. പിന്നെ എല്ലായിടത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളും കാണും. പ്രശ്നങ്ങളില്ലാത്ത ആരും ഇല്ല. അതങ്ങ് ആക്സെപ്റ്റ് ചെയ്താൽ മതി. പിടികിട്ടിയോ? പിന്നെ വല്ല സൈക്കോളജിക്കലായിട്ടും മെൻ്റലായിട്ടുള്ള അങ്ങനത്തെ വല്ല പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ നല്ല വല്ല ഡോക്ടറിനെയും കാണുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അല്ലാതെ കണ്ണി കണ്ടവൻ്റെ ഉപദേശവും പിന്നെ പോയി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇനി ഈ സാംസങ് മോനുണ്ടല്ലോ, സാംസങ്ങിനെ പറ്റിയൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. പിന്നെ മാഷിൻ്റെ കാര്യം പറയുന്നത് കേട്ടല്ലോ. മാഷ് രംഗപ്രവേശനം നടത്തിയിട്ടില്ല, പുള്ളി ഇനി മിക്കവാറും വരുമായിരിക്കും. എന്തായാലും ഈ സാംസങ് മോൻ വന്നിട്ടുണ്ട്.
അവൻ പറയുന്നൊരു കാര്യമുണ്ട്, ഇവരുടെ അടുത്തേക്ക് എങ്ങനെ എത്തിപ്പെട്ടു അതിനെപ്പറ്റി ഇവൻ പറയുന്നൊരു കാര്യമുണ്ട്. എനിക്കത് മാത്രം കേൾപ്പിച്ചാൽ മതി, വേറെ ഒന്നും കേൾപ്പിക്കാനില്ല. ബാക്കിയെല്ലാം ഇയാൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ആ സ്ത്രീയെ അങ്ങോട്ട് വലിച്ചു കീറുന്ന പരിപാടികളും അതൊക്കെ തന്നെ ഉള്ളൂ. മനസ്സിലായോ? പിന്നെ അവരിവരെ പറ്റി വേറെ പല സാധനങ്ങൾ പറയുന്നതും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. വിടുക. ഈ വ്യക്തി പറയുന്നതിനകത്തുനിന്ന് തന്നെ നമുക്ക് ഏകദേശം, പ്രത്യേകിച്ച് ഒരു കോർട്ടിന്റെ ഒരു ഓർഡർ ഉണ്ടായിട്ട് പോലും ആ സ്ത്രീ അവിടെ പോയി പ്രശ്നമൊക്കെ കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴും പിന്നെ തെളിവ് പുള്ളി കാണിച്ചില്ലേ, ഈ സൈഡിൽ പൊട്ടിട്ട് ചോര ഇവിടെയാ, വേറെ എങ്ങനെ ഒലിച്ചിങ്ങോട്ട് വരുന്നൊന്നും ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട് അവരുടെ കേസിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ. സോ അതുകൊണ്ട് തന്നെ പോലീസ് തെളിയിക്കട്ടെ. പോലീസ് തെളിയിക്കുമല്ലോ നമുക്ക് കണ്ടറിയാം. ചിലപ്പോൾ കാശിന്റെ പുറത്ത് എല്ലാം അങ്ങ് തേഞ്ഞു വാഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എന്താണെങ്കിലും ഉപദേശികളെ നമ്പാതിരിക്കുക ഒരു പരിധി കൂടുതൽ, പ്രിയപ്പെട്ടവരെ. ഇനി സാംസങ് പോലും കൂടെ പറയുന്നത് ഈ ചെറിയൊരു സാധനം ഇതുകൂടെ അത് കണ്ടു. അങ്ങനെ ഞാൻ ആളുടെ ധ്യാനം വിളിച്ച് ബുക്ക് ചെയ്തു. അത് ഫസ്റ്റ് ഇതല്ലേ ഫോൺ എടുത്ത് ചേച്ചീനെ ഫോൺ എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു, അയ്യോ നിങ്ങൾക്കൊന്നും പറ്റില്ല, നിങ്ങൾ മുസ്ലിം അല്ലേ, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ പ്രാർത്ഥന കാര്യങ്ങൾ അതുപോലത്തെ ഒരു ഇതാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആകാൻ ബുദ്ധിമുട്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പുള്ളിക്കാർ നിങ്ങളുടെ ഇഷ്ടം വന്നോളൂ, 1200 രൂപ അങ്ങനത്തെ ഫീസ് ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ധ്യാനം ബുക്ക് ചെയ്തു. അവർ പ്രോഗ്രാം പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് ഇദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് കണക്റ്റഡായി. കാരണം ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പഠിച്ചതും ക്രിസ്ത്യാനിറ്റിയോടുള്ളതും കൂടെ പെട്ടെന്ന് എനിക്ക് കണക്റ്റഡായി. അങ്ങനെ 2018 അത് 17 18 പ്രളയത്തിൻ്റെ സമയത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ആ ഫസ്റ്റ് സമയത്ത് അങ്ങനെ വന്ന് അത് കഴിഞ്ഞ് ഞാൻ പുള്ളിയോട് പോയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, എനിക്കിങ്ങനെ കൺവേർട്ടാണ്. അപ്പോൾ പുള്ളി പറയോ, ഞാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്യുന്നില്ല, അതൊക്കെ വല്ല വൈദികരുമാണ് ചെയ്യാൻ, നമുക്ക് അതിൻ്റെ ഇതില്ലല്ലോ, പിന്നെ നീ വിചാരിക്കുന്ന പോലെ എനിക്ക് ഇതിനെ അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ല. എന്നിട്ട് ഞാൻ പുള്ളിയെ വിട്ടില്ല. ഞാൻ പുള്ളിയെ ഫോൺ ചെയ്ത് വിളിച്ചുകൊണ്ടിരുന്നു. ചേച്ചിയുടെ ഫോണിൽ തന്നെ വിളിക്കാൻ ഞങ്ങൾ സംസാരിക്കും. അങ്ങനെ ഞാനായിട്ട് വാശി പിടിച്ച്, എനിക്ക് നല്ലൊരു ജോലിയും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അത് വിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ ഇഷ്ടത്തിന് വന്നു. അപ്പോൾ പോരുമ്പോഴും പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വെറും 10,000 രൂപയും ചിലപ്പോൾ 100 സ്ക്വയർ ഫീറ്റിൻ്റെ റൂം താമസിക്കാൻ തരാൻ ഒക്കുള്ളൂ, പിന്നെ ധ്യാനമല്ലാത്ത സമയത്ത് അവിടുന്ന് ഭക്ഷണം കിട്ടും, അല്ലാത്ത സമയത്ത് നീ നിൻ്റെ ഫുഡും കാര്യങ്ങളും നീ ആയിട്ട് തന്നെ നോക്കണം എന്നുള്ളതാണ് പുള്ളി പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാനായിട്ട് വാശി പിടിച്ച് പുള്ളിയുടെ കൂടെ കൂടി. അപ്പോൾ പുള്ളി ചോദിച്ചു, ഞാൻ വരുമ്പോൾ ചോദിച്ചു, നിനക്ക് എന്താ ജോലി അറിയാം? ഞാൻ പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ ബ്രദറിൻ്റെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് തരാം, അതുപോലെ വണ്ടി ഓടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഓക്കെ വായോ എന്ന് പറഞ്ഞു. ഇത്ര അങ്ങോട്ട് അവന് സ്നേഹം മൂത്താ ബ്രദറിനോട്? ഒരു തവണ ഉപദേശം കേട്ടപ്പോഴത്തേക്ക് ഇത്രയ്ക്ക് അങ്ങോട്ട് മനസ്സലിഞ്ഞങ്ങ് പുള്ളിയുടെ കാലയിലോട്ട് വീണോ? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. മുസ്ലിമായ അജ്മൽ, അവന് ക്രിസ്ത്യാനിറ്റി വേണം. ഒരു പള്ളിതച്ചനെ കണ്ട് സംസാരിച്ചു. അദ്ദേഹം പറയുന്നു, ദാ ഇന്ന ആളുടെ അടുക്ക ചെല്ലു, ഒന്ന് ഉപദേശമൊക്കെ പുള്ളിയുടെ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്യൂ എന്ന് പറഞ്ഞ് വിടുന്നു. അങ്ങോട്ട് ചെല്ലുന്നു, ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യുന്നു. 1200 രൂപ കണ്ട് കൊടുത്ത് ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഭയങ്കര അങ്ങ് ഫാനായിപ്പോയി. അല്ല, അതെന്ത് ക്ലാസ് ആയിരിക്കും പുള്ളി എടുത്ത്, എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് നിരന്തരം തുടർന്ന് പുള്ളിയെ വിളിച്ചുകൊണ്ടിരിക്കുക. പുള്ളിയുടെ കൂടെ എങ്ങനെയെങ്കിലും കയറി അങ്ങ് ഒട്ടണം, കയറി അങ്ങ് കൊട്ടി. നല്ല ജോലിയും കണ്ടുണ്ടായിരുന്നു, അതൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയിലൂടെ കയറി അങ്ങ് ഒട്ടി. 10,000 രൂപയും ഒരു ചെറിയ സ്പേസുമാണ് കിടക്കാൻ കൊടുക്കാന്ന് പറഞ്ഞത്. അവനത് മതി, മനസ്സിലായോ? പിന്നെ ഇവൻ ഒരുപാട് കഥകൾ പറയുന്നുണ്ട്. പിന്നെ ഇവൻ അവിടുത്തെ ഒരു ഓൾറൗണ്ടറായിട്ട് അങ്ങ് മാറി. എന്തിന് എനിക്കറിയാൻ പാടില്ല. എന്തിന് ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒക്കെ ഐഡിയ ഇവനാണ് കൊടുത്തതെന്ന് പറയുന്നുണ്ട്. ഇവൻ അതെന്തെങ്കിലും നേരത്തെ കണ്ടിട്ടായിരിക്കുമോ ഈ പുള്ളിയായിട്ട് കയറി അങ്ങ് ഒട്ടിയത്? പുള്ളിയുടെ പേര് ആ ഒരു ഫേമസ്, അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയാൽ അതിനകത്ത് ഈ ഭാര്യ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിം സാധനം ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണെങ്കിലും ഇവൻ വന്നത്, എൻ്റെ ഒരു സംശയം. അങ്ങനെ വന്നതാണെങ്കിലോ? ചിലപ്പോൾ അതിൻ്റെ പുറത്ത് ആ സ്ത്രീ ഇതിനൊന്നും ഒന്നിനെ അടുപ്പിക്കുന്നില്ല, അവരാ ഒരു രീതി പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഇയാളെ നല്ല രീതി ഈ നേരത്തെ സംസാരിച്ചില്ലേ നമ്മുടെ സുന്ദരനെ നല്ല രീതി മാനിപ്പുലേറ്റ് ചെയ്ത് രണ്ടാമത് വീണ്ടും ഫിലോകാലിയ ഫൗണ്ടേഷൻസ് തുടങ്ങി. പിടികിട്ടിയോ? ഈ 10,000 രൂപയ്ക്ക് അവിടെ അവൻ വന്നു കയറി അവനെ ഓട്ടി നടന്നവൻ പണിയെടുക്കുമായിരുന്നാണ് പറഞ്ഞത്. അവിടെ എല്ലാത്തിനും മൈക്ക് റെഡിയാക്കുന്നു, പാത്രങ്ങൾ കഴുകി വെക്കുന്നു, ഇങ്ങനെയുള്ളൊരു പരിപാടി അവൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്തിന്? എനിക്കത് മനസ്സിലാവാത്ത. ഇത്രയൊക്കെ മാനസാന്തരം വന്ന് ജസ്റ്റ് അവൻ എന്തിനാ വന്നേന്ന് അവൻ പറഞ്ഞുപോയി. അവൻ വന്നത് മുസ്ലിമായിട്ട് ജനിച്ച ഒരുത്തൻ അവന് ക്രിസ്ത്യാനിയായിട്ട് മാറണം, അതിനുവേണ്ടി വന്നതാ. അതിനെന്തോ കഥ കേൾക്കാൻ വന്നതാ, ഉപദേശം കേൾക്കാൻ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഉപദേശിച്ചവൻ്റെ മറ്റേ അണ്ടറിലങ്ങ് കയറിയും കിടന്നു. എന്തിന്? ഇതിനു വേണ്ടി തന്നെ ആയിരിക്കുമോ ഈ ട്രസ്റ്റ് തുടങ്ങിയിട്ട് കൈയിട്ട് വരാം? ആ സ്ത്രീ ചിലപ്പോൾ ഇത് സമ്മതിക്കാതിരുന്നപ്പോൾ ചിലപ്പം അവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പൂട്ടി തീർക്കുന്നതാണെങ്കിലോ? സംശയം. പക്ഷേ ഇപ്പുറത്ത് ഇവരുടെ സൈഡിൽ നിന്ന് നമ്മുടെ മാരിയോ ചേട്ടൻ കാണിച്ച തെളിവുകളും പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചേച്ചിയെയും സംശയിക്കണം. പിടികിട്ടിയോ പ്രിയപ്പെട്ടവരെ? എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുണ്ട്. ഒരൊറ്റ കാര്യം, ഉപദേശം കേൾക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ ഇതുപോലത്തെ ഉപദേശവും ഊഞ്ഞാലാട്ടവും ഒന്നിച്ച് നടത്തുന്നവരെ ഒന്ന് മാറ്റി നിർത്തുക.
പിന്നെ ആ ചേട്ടൻ അവസാനം ഇരുന്ന് മറ്റേ മാരിയോ ചേട്ടൻ ഇരുന്ന് വേർക്കുന്ന കണ്ടോ നിങ്ങൾ? എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും, ഞാനത് സോൾവ് ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ജനങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരട്ടെ. എൻ്റെ കുടുംബത്തിലെ പ്രശ്നം എന്താ, എൻ്റെ പ്രശ്നം ഓപ്പണാണ്, ഗാന്ധിജിയെ പോലെയാണ് എന്നൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്. നാണോ ഇല്ല ചേട്ടാ? എനിക്കറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. നിങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നമാണ്. ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോഴാണ് എല്ലാവരും എടുത്തിങ്ങനെ കീറി മുറിക്കുന്നത്. പിടികിട്ടിയോ? നിങ്ങളുടെ ഭാര്യ കഴിഞ്ഞ ദിവസം കരഞ്ഞു കൂവി സാധനം കാണിച്ചു. എനിക്ക് തോന്നുന്നത് അത് ജസ്റ്റ് ഒരു ഗ്യാപ്പ് വന്നതാണ്. പിന്നെ ഒരുപാടൊന്നും ഇതിനെപ്പറ്റി ചർച്ച വന്നിട്ടില്ല. നിങ്ങളായിട്ട് പിന്നെ ഇറങ്ങി പോലീസ് സ്റ്റേഷൻ വഴി അങ്ങ് തീർത്ത് പോകായിരുന്നു. സോഷ്യൽ മീഡിയയിലേക്ക് നിങ്ങൾ വീണ്ടും ഇന്റർവ്യൂ ഒക്കെ ആയിട്ട് ഇറങ്ങി. നിങ്ങൾ ഇറങ്ങിയത് പോട്ടെ, നിങ്ങളുടെ പുറകെ നിങ്ങളുടെ ഡ്രൈവർ പോലും ഇറങ്ങി. എന്ത് കാര്യത്തിന്? സംശയങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ഇവരുടെ കേസിൽ. ഒരാളെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് അങ്ങോട്ട് തേച്ചൊട്ടിക്കാൻ പറ്റത്തില്ല. ഇവർ പറഞ്ഞു, ഞാൻ കേട്ടു, ഞാൻ ആ സ്ത്രീയും കൂടെ വന്ന് ഇനി പറയട്ടെ. എന്താണെങ്കിലും ഇവരുടെ ഭാഗം പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ അവർ പറയാനായിട്ട് കാര്യമൊന്നുമില്ല. മൊത്തത്തിൽ നാറി, ഇനി അങ്ങോട്ട് ചെയ്യട്ടെ. അപ്പം അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് ആളുകൾ കാണും. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.